നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ഞൾ പുഴുങ്ങി എന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഉണങ്ങി 5-8 ദിവസമായി. ഇപ്പോൾ വെയിലത്തില്ല. നല്ല വെയിലായത് കാരണം 5-8 ദിവസം കൊണ്ട് ഉണങ്ങി. ചില മഞ്ഞളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 10-15 ദിവസം കഴിയണം ഉണങ്ങണമെങ്കിൽ. വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വെയിലൊക്കെ നല്ല വെയിലാണ്, ഭയങ്കര ചൂട്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ ഉണങ്ങി അത് ചുക്കായി. ഇനിയിപ്പോൾ അത് നമുക്ക് വാരി അതിനൊരു കളറൊക്കെ കുറവുണ്ട്. അപ്പോൾ ആ തൊലി കളയണം. ആ തൊലി കളഞ്ഞാൽ കൊള്ളില്ലാന്ന് ചിലർ പറയും, തൊലി കളഞ്ഞാന്നല്ലാന്ന് ചിലർ പറയും. പക്ഷേ ഇത് നമ്മൾ മഞ്ഞൾ വരിട്ട് മുറത്തിലിട്ട് മുറവോ നല്ല പരമ്പിൻ്റെ മുറവോ അല്ലെങ്കിൽ നല്ല സിമെൻറ്റിൻ്റെ തുണിയാണെങ്കിൽ അവിടെ ഇട്ട് നന്നായിട്ട് ചാക്കലിട്ട് നന്നായിട്ട് തേച്ച് കഴിയുമ്പോൾ അത് നല്ല മഞ്ഞ കളർ വരും. എന്നിട്ട് അത് തേറ്റി നന്നായിട്ട് ശുദ്ധമായിട്ട് കൊണ്ടുപോയി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച നല്ല മഞ്ഞൾപ്പൊടി ത്വക്ക് രോഗങ്ങൾക്ക്, അതുപോലെ കളർ വയ്ക്കാൻ, വയറ്റിലെ പുണ്ണിന്, അങ്ങനെയൊക്കെ നല്ല സാധനമാണ്. ശുദ്ധമായ മഞ്ഞൾ നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് പുല്ലിന് ഉണങ്ങിയെടുക്കുന്ന മഞ്ഞൾ. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഗന്ധകം ഇട്ട് തുടങ്ങിയ മഞ്ഞൾ കൊണ്ടുവന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ദോഷങ്ങളും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത്, വിഷം കൂടാതെ പറ്റുന്ന സാധനം പറ്റുന്ന പോലെ നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മലയാളികളായിട്ടുള്ളവരെല്ലാം അങ്ങനെയുള്ള കൃഷി ചെയ്യാനൊക്കെ മടിയുള്ളവരാണ്. ഇപ്പോൾ പിന്നെ ഒരുവിധപ്പെട്ടവരെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ കൃഷികൾ ചെയ്ത് ഇഞ്ചി ആണെങ്കിലും മഞ്ഞളാണെങ്കിലും ഒക്കെ കുറേശ്ശെ നട്ട് നമ്മളത് സ്വന്തമായിട്ട് നട്ട് ഉപയോഗിക്കാൻ നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി നമുക്ക് മഞ്ഞൾ എടുക്കാനിട്ടേക്കുന്നത് വാരിയെടുത്ത് നമുക്ക് തേക്കാറായില്ല, ഒരു ദിവസം കൂടെ ഉണങ്ങാം. അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾ ഇട്ടു. അപ്പം ഒന്ന് ചെയ്യാമെന്ന് ഓർത്ത്, ഇപ്പോൾ സമയം കിട്ടിയ സമയം അപ്പോൾ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. എന്നാൽ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ മഞ്ഞൾ ഈ സമയത്തൊക്കെ മഞ്ഞൾ പിഴിഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അങ്ങനെ ചെയ്യണം, എല്ലാവരും ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഉള്ളവർ ഇച്ചിരി മഞ്ഞളൊക്കെ നല്ല മഞ്ഞളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. പണ്ട് കാലത്തൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് മഞ്ഞളൊക്കെ തേച്ച് ചെറിയൊക്കെ അവരുടെ കാരണന്മാരൊക്കെ മഞ്ഞൾ സ്വന്തമായിട്ട് പിഴിഞ്ഞാണെങ്കിൽ ആ മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് പ്രസവരക്ഷയൊക്കെ ചെയ്യാൻ നേരത്തെ അതൊക്കെ നല്ല ഇതായിട്ട് വരുമായിരുന്നു. നമുക്കപ്പോൾ വാരിയെടുക്കാം. നമ്മൾ വാരിയെടുത്ത് പഠിക്കാൻ പോകുക. അതൊക്കെ നോക്കാതെ പോയിട്ടുള്ളൊരു വഴി 10-15 കിലോ നമ്മൾ ഉണങ്ങി ചീറ്റാനിടുന്നത്. ചുണ്ടിൻ്റെ പുറത്തിട്ടാണ് ഉണങ്ങി. കുറച്ചിലേക്ക് കയറാൻ ഭയങ്കര പാടാം. കുറച്ച് ഭയങ്കര പൊട്ടാം. കുറച്ച് ഇങ്ങനെ തേച്ച് നല്ല കളർ വരും. ഞാൻ കൈ വെച്ച് തേച്ചിട്ടാണെങ്കിൽ നിർത്തി നിൽക്കുന്ന നമ്മളൊന്നും തേച്ചില്ല. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോവും. നമ്മൾ നല്ല ക്ലീനാക്കി നമുക്ക് പൊടിപ്പിച്ച ശുദ്ധമായ നമുക്കത് മഞ്ഞപ്പൊടിയിൽ നമുക്ക് എന്ത് കാര്യമില്ല. അതിൻ്റെ രാവിലെ ചേച്ചി എല്ലാവരും ചില മഞ്ഞളും കുടിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്നുവെച്ചാൽ അതൊക്കെ നമ്മൾ രക്തം ശുദ്ധീകരിക്കാനും എല്ലാം നല്ലൊരു ഔഷധമാണ്. അതുപോലെ പരമാവധി എല്ലാവരും നല്ല മഞ്ഞൾ, നല്ല ശുദ്ധമായ മഞ്ഞൾ ഉപയോഗിക്കാൻ വളരെ പറ്റുന്നത്. ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് പറ്റത്തില്ല, വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് പറ്റത്തില്ല. എന്നാലും 1 സെൻറ്റ് സ്ഥലമുള്ളവർക്കാണെങ്കിലും 2-3 ഗ്രോവായി 3-4 ഗ്രോവായിനകത്ത് മഞ്ഞൾ നട്ടാൽ ആവശ്യത്തിനുള്ള ഒരു 5 കിലോ ഉണ്ടെങ്കിലും നമുക്കൊരു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ളതാണ്. മഞ്ഞൾ ഒത്തിരി കഴിക്കുന്നില്ലല്ലോ, കറികൾക്കൊക്കെ ചേർക്കാം ശുദ്ധമായ മഞ്ഞൾ. അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും ചെറിയ ഗ്രോബാഗുകൾക്കകത്ത് ഇഞ്ചി നട്ടാലും നമുക്ക് കറിക്കായിട്ട് ആവശ്യമില്ല. ഈ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് വെണ്ടകം അതുപോലെയുള്ള ഓരോ സാധനങ്ങൾ വളമെല്ലാം അടിച്ചിട്ട് മറ്റേ വാഴത്തട പോലെ ഇരിക്കുന്നത്. ആ സാധനമൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് രോഗമാണെന്ന് അറിയാൻ പാടില്ല. എന്നിട്ട് ആശുപത്രിയിലേക്ക് വിടുകയാണ്. വയറിളസുകളായി, ശരീരാസ്വസ്ഥതകളായി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇതേ ഉള്ളെങ്കിലും നമ്മൾ പറ്റുന്ന പോലെ ചെയ്ത് നമ്മൾ കഴിക്കാൻ നോക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.